ഹലോ ഗെയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെ വർത്താനം, എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മൾ വന്നിട്ടുള്ളത് വെറൈറ്റി ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കാതൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കുകൊണ്ടു. അപ്പോൾ അതിന് കുറച്ച് തോനെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഇതിക്കുണ്ടല്ലോ കുറച്ച് സവാള ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു സവാളയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു പീസൊക്കെ ഇട്ട് കൊടുക്കുക. ചെറുതാണെങ്കിൽ രണ്ടെണ്ണയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഓവറിട്ട് മുരിച്ചെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ അത് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനുണ്ടല്ലോ ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ബാക്കിലെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടൊന്ന് നല്ല പേസ്റ്റാക്കി അരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ എങ്ങനെയൊന്നുമില്ലേ കാണിക്കട്ടോ. പിന്നെ ഉണ്ടല്ലോ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ അടിച്ച് ഹോളെന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കണേ. അപ്പോൾ ഞാൻ അതിക്കുണ്ടല്ലോ ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതാ നമ്മൾ പച്ചമുളകും പിന്നെ നമുക്ക് ഇതിക്ക് വേണ്ടത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ളൊരു തക്കാളി അല്ലെങ്കിൽ 2 തക്കാളി ഇട്ട് കൊടുക്കുക, ചെറുതാക്കി കട്ട് ചെയ്തിട്ട്. അപ്പോൾ അത് ഞാൻ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കിലോത്തിൻ്റെ അടുത്തുണ്ട്. പിന്നെ വലിയ പീസാക്കിയിട്ടൊക്കെയാണ് എടുത്തിട്ടില്ലേ കേട്ടോ. അപ്പോൾ ഇനി എത്ര ചെറുതാക്കിയിട്ട് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അതാ ഞാൻ തക്കാളിയും കൂടി ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് മൂടി വെച്ചെടുത്തിട്ടുണ്ട്. അവി കടന്നിട്ടൊന്ന് പെട്ടെന്ന് തന്നെ വെന്ത് സെറ്റായി വരും. അപ്പോൾ അത് നമ്മൾ സവോളയും തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതുണ്ടല്ലോ ഒന്നുകൂടി വഴറ്റിയതിന് ശേഷം നമുക്കിത് ഒരു പാത്രത്തൊക്കെ കോരിയെടുക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മൾ ഈ കുറച്ച് തോനെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് നല്ലോണം എണ്ണയിൽ നിന്ന് ഊറ്റിയെടുക്കുക. ഇല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമ്മളിതുണ്ടല്ലോ ഒന്ന് ചൂടറിയതിന് ശേഷം വേണം മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറേ ആയിട്ടോ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് കുറേ ഇതിൻ്റെ മുന്നേ കല്യാണ വ്ളോഗും അങ്ങനെയൊക്കെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആയിട്ടോ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതാ നമ്മൾ ഇതിക്ക് വേണ്ടത് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുരുമുളക്, ഗ്രാമ്പൂ, പട്ട അങ്ങനത്തെ ഐറ്റംസാണ് ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ അതും കൂടി ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ കുക്കിംഗ് വീഡിയോ ഞാൻ കുറേ ഇട്ടിട്ട് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇനി കുക്കിംഗ് വീഡിയോ ഇട്ടാലും എന്ത് വീഡിയോ ഇട്ടാലും അത്രയ്ക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒക്കെ ബിഗ് ബോസിൻ്റെ പിന്നാലെ ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. പിന്നെ നമ്മൾ കുക്കിംഗ് വീഡിയോ അത്ര ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ലേ കാണുള്ളൂ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും അതേമാതിരിക്ക് തന്നെ ഞാൻ സ്ഥിരം കാണുന്നവരും അങ്ങനത്തെയൊക്കെ ഓലൊക്കെ കേട്ടോ കാണുക. അപ്പോൾ ഞാൻ എന്തായാലും ഇട്ടൊന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊരു അടിപൊളി ചിക്കൻ ഗ്രേവിയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചപ്പാത്തിക്ക്, അപ്പത്തേക്ക്, പത്തിരിക്കൊക്കെ അടിപൊളി യൂസ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ അത് ഞാനുണ്ടല്ലോ നമ്മൾ കേക്ക് വൃത്തിയാക്കി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്രാമ്പും പട്ടയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം പിന്നെ അതാ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ടെടുത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കുക. ഈ എണ്ണയിലിട്ടിട്ട് ഈ ചിക്കൻ ഉണ്ടല്ലോ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ ബിഗ് ബോസ് ഇട്ടാലോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചാനൽ മോണിറ്റൈസേഷനൊക്കെ ആയതിനു ശേഷമാണ് ഞാൻ ബിഗ് ബോസ് ഭയങ്കര തുടങ്ങുന്ന സമയം കേട്ടോ. അപ്പോൾ ഞാൻ മോണിറ്റൈസേഷനൊക്കെ ആയതിനു ശേഷം ഉണ്ടല്ലോ എനിക്ക് തോന്നി $100 ആകും പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് ആണ് ഇട്ടാലോ എന്ന്. അങ്ങനെ ബിഗ് ബോസിൻ്റെ വീഡിയോസ് ഇട്ടതാണ് കേട്ടോ. സ്ട്രൈക്ക് വന്നത് ഡോളർ കിട്ടിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണത്. പിന്നെ തോന്നി ഇപ്പം എന്താ ഇപ്പോഴും ശരിയായി വന്നില്ല കേട്ടോ. ഏകദേശം ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ ബിഗ് ബോസ് വീഡിയോ തന്നെ ഇട്ട് കണ്ട് സെറ്റാക്കിയാലോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടല്ലോ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ ഇളക്കി നല്ല മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുണ്ടല്ലോ അതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഉപ്പൊക്കെ ഇട്ടെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നമ്മൾ സവോളയിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനനുസരിച്ച് കുറച്ച് ഉപ്പ് മാത്രം ഇട്ടെടുത്താൽ മതി. അവസാനം നല്ല വേണ്ടതിനനുസരിച്ച് ഇട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, അതേമാതിരി തന്നെ ഒരു ടേബിൾ സ്പൂണ് മുളകും പൊടി ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടെടുക്കുക. അപ്പോൾ അതാ മല്ലിപ്പൊടി ഉണ്ടല്ലോ ഒരു ടീസ്പൂണോ ഒരു ടേബിൾ സ്പൂണോ 1.5 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വലിയ ജീരകം പൊടിച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതുണ്ടല്ലോ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ ഇതിൽ കിടന്നിട്ട് തന്നെ ഈ പച്ച ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ ഒക്കെ ഒന്ന് മാറണ വരെ നല്ലോണം ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് നമ്മളെ ചിക്കനിൽ എല്ലാം പിടിക്കണം കണ്ട് എല്ലാം ഇളക്കി മിക്സാക്കി കൊടുക്കുക കേട്ടോ.
പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഏകദേശം ചൂടാറി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ അതും കൂടെ ഈ സമയത്ത് അരച്ച് എടുക്കണം കേട്ടോ. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരിച്ചെടുക്കണം. അപ്പോൾ അതായത് നമ്മളിത് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാനായിട്ട് നമ്മൾ മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടെടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ ഗ്രേവി മസാലയും കാര്യങ്ങളൊക്കെ ഒന്ന് പിടിക്കും വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട്. അതിന് ഗ്യാസ് നല്ലോണം കുറച്ചൊക്കെ ഇട്ടോ. നമ്മൾ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിൽ ഒഴിച്ചെടുത്തിട്ടില്ല. അപ്പോൾ അത് നമ്മൾ മസാല ഇതൊക്കെ ഒന്നുകൂടി സെറ്റാകാൻ വേണ്ടിയിട്ട് ഒന്നും മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തക്കാളിയും സവോളയൊക്കെ എല്ലാം ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമുക്ക് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തേങ്ങാപ്പാലാണ്. അപ്പോൾ ആദ്യം ഒന്നാം പാൽ മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം പാൽ പറഞ്ഞിട്ട് നമുക്ക് ഈ ചിക്കനും ഗ്രേവിയും ഒക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് അവസാനം നമ്മൾ ഒന്നാം പാൽ വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നല്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ടുണ്ടല്ലോ, ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വറ്റിയെടുക്കുന്നുണ്ട്. ഒന്ന് വറ്റി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണം തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ നല്ല ഇറങ്ങി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടുതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, തേങ്ങ മാത്രം ഒഴിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അത് കണ്ടില്ലേ, അടിപൊളിയായിട്ടിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ചിക്കൻ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിക്കുണ്ടല്ലോ ഒന്നാം പാലും രണ്ടാം പാലൊക്കെ പറന്ന് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ രണ്ടാം പാൽ പറന്ന് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ചിക്കൻ ഉണ്ട് അത്യാവശ്യം ഗ്രേവി വെൽക്കനെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒന്നാം പാലല്ലേ കേട്ടോ, രണ്ടാം പാൽ. ഒന്നാം പാൽ പിന്നെ നമ്മൾ അവസാനം ഒഴിച്ചിട്ട് പിന്നെ ഓഫാക്കുക ചെയ്യുക, ഗ്യാസ് ഇട്ടോ ഒട്ടും തിളപ്പിക്കാതെ. അപ്പോൾ അതേനെ രണ്ടാം പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നാം പാൽ ഒഴിച്ച് ഒട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താണെന്നില്ല അറിയില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ വിട്ടോയോ ഒഴിച്ചാൻ വിട്ടോയോ ഒന്നും അറിയില്ല കേട്ടോ. ഒഴിച്ചത് വീഡിയോ എടുക്കാൻ വിട്ടോയോ ഇതൊന്നും അറിയില്ല. അപ്പോൾ അത് നല്ല ഗ്രേവി വെൽക്കനെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ഇത് വറ്റിച്ചെടുത്തിട്ട് മാത്രം ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഗ്രേവി കൂടുതൽ വേണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കുറച്ച് തോനെ ആക്കിയെടുത്തതാണ് ഗ്രേവി കുറച്ച് തോനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഈ സമയത്താണ് നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടിയും അതേമാതിരി തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട്, അതിനനുസരിച്ച് കുറച്ച് മാത്രം അവസാനം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. കുറച്ച് ഗരം മസാലപ്പൊടിയും അതേമാതിരി തന്നെ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ഗ്യാസ് ഓഫ് ആക്കാം. അതൊന്ന് മൂടി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതൊന്ന് താളിച്ചെടുക്കണം കൂടെ ഉണ്ട്. അപ്പോൾ എണ്ണ തെളിയുന്ന വരെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഓഫാക്കിയതിന് ശേഷം നമുക്ക് ഇതിക്കൊന്ന് താളിച്ച് പാരാണ്ട്. അപ്പോൾ താളിക്കണമെന്ന് ഒട്ടും നിർബന്ധമില്ല കേട്ടോ. ഉള്ളി ഇതൊന്നും ഇടണില്ല, നമ്മൾ വെറും ഒന്ന് ജസ്റ്റ് ഒന്ന് വെണ്ണയിലൊന്ന് പച്ചമുളക് താളിച്ച് പാരനെ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒട്ടും നിർബന്ധമില്ല, ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമുക്കതും കൂടെ ഒന്ന് താളിച്ച് പാർന്ന് കൊടുക്കാം. പിന്നെ ഉണ്ടല്ലോ നമ്മളിത് താളിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും പിന്നെ ഒന്നും യൂസ് ചെയ്യണില്ല കേട്ടോ. വെറും പച്ചമുളക് മാത്രമേ രണ്ടെണ്ണം കീറിയിട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് കണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊട്ട് നിർബന്ധമില്ല കേട്ടോ, ഒഴിച്ച് കൊടുത്താൽ ടേസ്റ്റ് ഒന്നും ഉള്ളൂ. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് നല്ല യൂസ് ആക്കിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊട്ട് നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ വരുന്നവരേക്ക് എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.